അവിടെ അവർ പറയുന്നത് രാജീവ് ഗാന്ധി കാ സപ്ന ഹുവ സാകാർ, രാം മന്ദിർ നേലിയ ആകാർ എന്നാണ്. അതായത് രാജീവ് ഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു, രാമക്ഷേത്രം സ്ഥാപിതമായിരിക്കുന്നു എന്നാണ്. ഇനി മധ്യപ്രദേശിലൊക്കെ ഹോർഡിങ്ങുകളിൽ കണ്ട രാമനാണ് കോൺഗ്രസിൻ്റെ രാമനെങ്കിൽ എന്തുകൊണ്ടാണ് ആ രാമനെ എൻഡോഴ്സ് ചെയ്യാനായിട്ട് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തയ്യാറാകാത്തത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മധ്യപ്രദേശിലെ രാമൻ, രാജീവ് ഗാന്ധിയുടെ രാമൻ, ആ രാമനാണ് യഥാർത്ഥ കോൺഗ്രസിൻ്റെ രാമനെങ്കിൽ എന്തുകൊണ്ടാണ് ആ രാമന് കേരളത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും ലഭിക്കാത്തത്? ഇതേപോലെയുള്ള ഫ്ലെക്സ് ബോർഡുകളോ ഹോർഡിങ്ങുകളോ ഒക്കെ കേരളത്തിൽ, അതേപോലെ തന്നെ കോൺഗ്രസിന് ഭരണമുള്ള തെലങ്കാനയിൽ ഒന്നും എന്താണ് കാണാത്തത് എന്നുള്ളത് പ്രധാനമാണ്. രാജസ്ഥാനിലോ ഛത്തീസ്ഗഡിലോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള രാമനെ നമ്മൾ കാണാറില്ല. അപ്പോൾ പ്രാദേശികമായിട്ട് ഹിന്ദു മതവിഭാഗക്കാരുടെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ എന്താണ്, അവരുടെ മതപരമായിട്ടുള്ള ചിന്തകൾ എന്താണ്, അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് രാഷ്ട്രീയമായിട്ട് കൂടി രാമനെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചില സംസ്ഥാനങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ, ചില പ്രവിശ്യകളിലൊക്കെ ശ്രമിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് മറ്റൊരു പാർട്ടിയുടെ രാമൻ രാഷ്ട്രീയ രാമനായി മാറുന്നത് എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് വരാൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നിരിക്കുകയാണ്. ക്ഷേത്രം ഭക്തർക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഭക്തരാണ് അവിടെ ആദ്യ ദിവസം തന്നെ എത്തിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, രാമൻ ആരുടെ രാമൻ, എങ്ങനത്തെ രാമനാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില ചർച്ചകൾ നടക്കുന്നതാണ്. അയോധ്യയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് BJPയുടെ രാമനാണ് എന്നും കോൺഗ്രസിൻ്റെ രാമൻ അതിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന രീതിയിലുള്ള അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന ലക്ഷക്കണക്കായിട്ടുള്ള ഭക്തർ ഇതിൽ ഏത് രാമനെ കാണാനാണ് വരുന്നത് എന്ന കാര്യവും വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, രാമൻ ഒരേ ഒരു രാമൻ മാത്രമേ ഉള്ളൂ. ആ രാമൻ രാഷ്ട്രീയ രാമനാണ്, ആ രാമൻ സാമുദായിക രാമനാണ്, ആ രാമൻ മതരാമനാണ്, ആ രാമൻ വിശ്വാസരാമനാണ്. കാരണം ശ്രീരാമൻ ഒരു ഭരണാധികാരിയായിരുന്നു, രാജ്യതന്ത്രജ്ഞനായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്നത് അദ്ദേഹത്തിന് അന്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അതേസമയം ഇവിടുത്തെ സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരുടെ മര്യാദാ പുരുഷോത്തമൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ രാമരാജ്യം ഇവിടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിരുന്ന നിരവധി നേതാക്കന്മാരുണ്ട്. ഇന്നും അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വരെയുണ്ട്. മഹാത്മാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രാമരാജ്യമാണ് വിഭാവനം ചെയ്തത്. രാമരാജ്യം എന്നത് സത്യത്തിലും ധർമ്മത്തിലും സദ്ഭരണത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണക്രമമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് രാമരാജ്യം എന്നുള്ള ആശയം നൽകിയത് തന്നെ ഗാന്ധിജിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം രാമനെ രാഷ്ട്രീയമായി കൂടെ കണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഭരണാധികാരിയും ഭരണതന്ത്രജ്ഞനുമായിരുന്ന ഒരാൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് എന്ന കാര്യം ഒരു ആരോപണമായിട്ട് പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് അതൊരു വസ്തുതയാണ്. എന്നാൽ ഇവിടെ BJP രാമനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു, അവരുടെ രാമനെയാണ് അവർ അയോധ്യയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസിൻ്റെ രാമന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആ കോൺഗ്രസിൻ്റെ രാമൻ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെയാണോ എന്നുള്ള സംശയമാണ് ഇതിലേറ്റവും പ്രധാനം. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്, പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ശ്രീ ശശി തരൂർ തന്നെ അയോധ്യയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന രാമൻ്റെ ചിത്രം ആണ് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രാമൻ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന രാമനിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരു രാമനാണോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, മധ്യപ്രദേശ് പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തന്നെ വളരെ വലിയ ഹോർഡിങ്ങുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട്. അവിടെ അവർ പറയുന്നത് രാജീവ് ഗാന്ധി കാ സപ്ന ഹുവ സാകാർ, രാം മന്ദിർ നേലിയ ആകാർ എന്നാണ്. അതായത് രാജീവ് ഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു, രാമക്ഷേത്രം സ്ഥാപിതമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ രാമക്ഷേത്രത്തിൻ്റെ ചിത്രവും ശ്രീരാമൻ്റെ ചിത്രവും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ രാമൻ നരേന്ദ്രമോദിയുടെ രാമനിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത്? ഇതിൽ ഒരു രാമൻ മാത്രം രാഷ്ട്രീയ രാമനും മറ്റൊരു രാമൻ രാഷ്ട്രീയ രഹിതനായിട്ടുള്ള രാമനുമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ BJPയുടെ രാമൻ രാഷ്ട്രീയ രാമനാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ രാജീവ് ഗാന്ധിയുടെയൊക്കെ രാമൻ എന്ത് രാമനായിരുന്നു എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. ഇനി മധ്യപ്രദേശിലൊക്കെ ഹോർഡിങ്ങുകളിൽ കണ്ട രാമനാണ് കോൺഗ്രസിൻ്റെ രാമനെങ്കിൽ എന്തുകൊണ്ടാണ് ആ രാമനെ എൻഡോഴ്സ് ചെയ്യാനായിട്ട് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തയ്യാറാകാത്തത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മധ്യപ്രദേശിലെ രാമൻ, രാജീവ് ഗാന്ധിയുടെ രാമൻ, ആ രാമനാണ് യഥാർത്ഥ കോൺഗ്രസിൻ്റെ രാമനെങ്കിൽ എന്തുകൊണ്ടാണ് ആ രാമന് കേരളത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും ലഭിക്കാത്തത്? ഇതേപോലെയുള്ള ഫ്ലെക്സ് ബോർഡുകളോ ഹോർഡിങ്ങുകളോ ഒക്കെ കേരളത്തിൽ, അതേപോലെ തന്നെ കോൺഗ്രസിന് ഭരണമുള്ള തെലങ്കാനയിൽ ഒന്നും എന്താണ് കാണാത്തത് എന്നുള്ളത് പ്രധാനമാണ്. രാജസ്ഥാനിലോ ഛത്തീസ്ഗഡിലോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള രാമനെ നമ്മൾ കാണാറില്ല. അപ്പോൾ പ്രാദേശികമായിട്ട് ഹിന്ദു മതവിഭാഗക്കാരുടെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ എന്താണ്,
അവരുടെ മതപരമായിട്ടുള്ള ചിന്തകൾ എന്താണ്, അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് രാഷ്ട്രീയമായിട്ട് കൂടി രാമനെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചില സംസ്ഥാനങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ, ചില പ്രവിശ്യകളിലൊക്കെ ശ്രമിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് മറ്റൊരു പാർട്ടിയുടെ രാമൻ രാഷ്ട്രീയ രാമനായി മാറുന്നത് എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് വരാൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ കോൺഗ്രസ് ആയിക്കോട്ടെ, മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളായിക്കോട്ടെ, നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് രാമൻ എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഒരു മതചിഹ്നം മാത്രമല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാത്തിനെയും സ്വീകരിക്കാനായിട്ടും അതിനെ ഉൾക്കൊള്ളാനായിട്ടും സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലെങ്കിലും നിങ്ങൾ തയ്യാറാകേണ്ടതാണ്. ഒരൊറ്റ രാമൻ മാത്രമേ ഉള്ളൂ. ആ രാമൻ ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികളുടെ രാമനാണ്, സനാതനധർമ്മ വിശ്വാസികളുടെ രാമനാണ്. സനാതനധർമ്മം വളരെ വലിയ രീതിയിൽ മൃഗീയമായി അമർച്ച ചെയ്യപ്പെടുന്ന, വളരെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മൃഗീയമായി ആക്രമിക്കപ്പെടുന്ന ഒരു കാലത്ത് ഒരു രാമക്ഷേത്രം ഉണ്ടാവുക, ആ രാമനാണ് നമ്മുടെ രാമൻ, രാജ്യത്തിൻ്റെ രാമൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക എന്ന് വെച്ചാൽ സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള, ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ പുരോഗമനപരമായിട്ടുള്ള ചില ആശയങ്ങളുടെ പേരിലോ മതപ്രീണനത്തിൻ്റെ പേരിലോ തള്ളിപ്പറയുന്നതിന് പകരം അതിനോട് ചേർന്ന് നിൽക്കുന്നതിനും അതിനെ ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടി നിങ്ങൾക്കിനിയെങ്കിലും സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു. ജയ് ശ്രീറാം, ജയ് ഹിന്ദ്.